അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നോമ്പിനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിയത്തെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഒരു 4 മണിക്കൂർ മുമ്പ് പച്ചരി പൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് പൊതിർന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെച്ചതാണിത്. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലേക്ക് അരമുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇപ്പം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ബീഫ് ചെറുതായിട്ട് അരിഞ്ഞ് മഞ്ഞളും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബീഫിന് പകരം ചിക്കനോ അല്ലെങ്കിൽ ചെമ്മീൻ പൊരിച്ചിട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ 2 കപ്പ് അരിയാണ് പൊതിരാൻ വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് തേങ്ങാപ്പാൽ റെഡിയാക്കാം. തേങ്ങാപ്പാലിലാണ് അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അരി അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അതുപോലെ ഒരു ഏലക്ക, ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ എന്നിവ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരി മുങ്ങുന്ന വിധത്തിൽ പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെ കട്ടിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അധികം ലൂസായി പോകാൻ പാടില്ല. ഇനി ഇതുപോലത്തെ ഇഡ്ഡലി തട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാ വശത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ആവി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നോമ്പ് തുറക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ കിഡ്ലൻ റെസിപ്പിയാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.